ഡിപ്ലോമ കോഴ്സായ DELED 2023-25 ബാച്ചിലെ വിദ്യാർത്ഥികൾ ആശങ്കയിലായിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നു. സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെ തുടർന്നാണ് 500ഓളം പേർക്ക് ഉപരിപഠനമോ ജോലിക്കോ പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അജി കുഞ്ഞുമോൻ കോഴിക്കോട് വിവരങ്ങളുമായി ചേരുകയാണ്. അജി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകാനില്ലാത്ത സാഹചര്യം? തീർച്ചയായിട്ടും ദിൽന, ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. എന്തുകൊണ്ടാണ് 300ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ തുലാസിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഹീനമായ നടപടി വിദ്യാഭ്യാസ വകുപ്പ് എടുത്തത് എന്നുള്ളതാണ് ഉത്തരം അറിയേണ്ടത്. ഈ DLED കോഴ്സ്, അതായത് പണ്ട് TTC ആയിരുന്നു, ആ TTCയുടെ പേരാണ് മാറ്റിയത്, അത് DL എന്നാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇത് ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് DELED കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് മൂലം ഇവർക്ക് ജോലിക്കോ PSC പോലുള്ള പരീക്ഷകൾക്കോ ഉപരിപഠനത്തിനോ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 2023-25 DLED ലാംഗ്വേജ് ഹിന്ദി, അറബി, ഉറുദു, സംസ്കൃതം ബാച്ച് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളാണ് നൽകാനുള്ളത്. 500ഓളം വിദ്യാർത്ഥികളുണ്ട്. ഈ 500ഓളം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനമോ അവരുടെ ജോലിയോ മറ്റ് ആവശ്യങ്ങളോ ഒന്നും തന്നെയും നിറവേറ്റാൻ കഴിയുന്നില്ല. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കടക്കം ഈ വിദ്യാർത്ഥികൾ നേരിട്ട് പരാതി നൽകിയിരുന്നു. അന്ന് മന്ത്രി പറഞ്ഞത് ഉടനടി തന്നെ നിങ്ങളുടെ കാര്യത്തിൽ, അതായത് സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാമെന്ന് മന്ത്രി പറഞ്ഞുവെങ്കിലും മന്ത്രിയുടെ വാക്ക് പോലും പാഴ്വാക്കായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നിലവിൽ ഈ വിദ്യാർത്ഥികൾ വലിയ തലത്തിലുള്ള ആശങ്കയിലാണ്. കാരണം അവർക്ക് തങ്ങളുടെ ഭാവി മുന്നോട്ട് പോകാൻ, അതായത് മറ്റ് ജോലിക്ക് വേണ്ടിയുള്ള പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കാനുള്ള സമയപരിധി എല്ലാം തന്നെയും കഴിഞ്ഞു. PSC പോലുള്ള മത്സര പരീക്ഷകളൊന്നും തന്നെയും ഈ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ ഒന്നടങ്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. 2023-25 ബാച്ചിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകാത്തത്. അതായത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, SSLC പരീക്ഷ അടക്കം വളരെ കാര്യക്ഷമമായി നടത്തുന്ന അതേ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അമൽ, ദിൽന. 500ഓളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവർക്ക് ഇതുവരെ ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. നടപടി ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രതികരണം കൂടിയുണ്ട്, അതിലേക്ക്. 2025 നമ്മുടെ കോഴ്സ് പൂർണ്ണമായി കഴിഞ്ഞ ആളുകളാണ്. എന്നിട്ട് പോലും 2026 ഇന്നിപ്പം മെയ് ആയിട്ട് പോലും നമുക്കിതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ എല്ലാ സെമ്മും 4 സെമിസ്റ്ററാണ്, 4 സെമ്മുകളും നമ്മൾ പാസ്സാണ്. എന്നാൽ ഈ 4 സെമ്മ് പാസ്സായിട്ട് പോലും നമ്മളുടെ സർട്ടിഫിക്കറ്റ് നമ്മിലേക്ക് എത്താൻ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അത് ലേറ്റ് ആവും, കുറച്ചും കൂടി സമയം എടുക്കും എന്നുള്ളതാണ്. SSLC പരീക്ഷ നടത്തിയ അതേ പരീക്ഷാ ഭവൻ്റെ കീഴിൽ വരുന്ന നമ്മുടെ പരീക്ഷയായ DLED ലാംഗ്വേജ് ഉചിതമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.